നെറ്റ്വർക്ക് ചാനലിന് ഇത്തവണത്തെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതയുള്ളതാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുന്നരൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നെറ്റ്വർക്ക് ചാനൽ മുൻ ചെയർമാനും മാനേജ്മെന്റ് ഭാരവാഹിയുമായ കുഞ്ഞിമംഗലത്തെ MV ദീപുവാണ്. തെരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയ പോരാട്ടങ്ങൾ കൂടുതൽ മുറുകുന്ന കാലം കൂടിയാണ്. കൊറോണ എന്ന മഹാമാരി ഇല്ലായിരുന്നുവെങ്കിൽ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലങ്ങൾ നടക്കേണ്ട കാലം കൂടിയാണിത്. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങളോടെയും മുൻകരുതലോടെയുമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വിവിധയിടങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന നെറ്റ്വർക്ക് ചാനലിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുന്നൂർ ഡിവിഷനിലെ മത്സരം ഇത്തവണ ചില പ്രത്യേകതകളുള്ളതാണ്. നെറ്റ്വർക്ക് ചാനലിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചാനൽ ഭരണസമിതിയിലൂടെ മികച്ച പിന്തുണ നൽകിയ വ്യക്തിയാണ് ഇവിടെ മത്സരിക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുന്നൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി MV ദീപു നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ, ചാനൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നീ നിലകളിലും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിലുമൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. കുഞ്ഞിമംഗലത്തെ സഹസ്ര കേബിൾ TV സ്ഥാപന ഉടമ കൂടിയായ ദീപു ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള കുഞ്ഞിമംഗലത്തെ CPM പ്രവർത്തകൻ കൂടിയാണ്. കുഞ്ഞിമംഗലത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയ പ്രവർത്തന പരിചയവുമായാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. കുന്നൂർ ഡിവിഷനാണ് മത്സരിക്കുന്നത്. നമ്മുടെ കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 10, 11, 12, 13 വാർഡും അതുപോലെ തന്നെ രാമപള്ളി പഞ്ചായത്തിലെ 7, 8, 9, 10, 11, 12 വാർഡും കൂടിയ 10 വാർഡാണ് കുന്നൂർ ഡിവിഷൻ. കുന്നൂർ ഭാഗം 8-ാം വാർഡ് വോട്ടർമാരെ കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തുടക്കം തന്നെ ധീര സാക്ഷി സഖാവ് ധനരാജൻ്റെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനം ആരംഭിച്ചത്. എല്ലാ വീടുകളിലും ഡിവിഷനിലെ വീടുകളിലും കയറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ എല്ലാ വോട്ടർമാരും നേരിട്ട് കണ്ട് വിജയം പ്രഖ്യാപിക്കണം. അതുകൊണ്ട് തന്നെ പൊതുരംഗത്ത് മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തന പരിചയവും കർമ്മശേഷിയും നേതൃപാഠവും ഇദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.